കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ഒരേ ഒരു ചോദ്യം പലരും എന്നോട് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. ആർമി എന്തുകൊണ്ട് വിട്ടു? ആർമിയിൽ ഹാപ്പി അല്ലായിരുന്നോ? എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടായിരുന്നോ? സർവീസിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നോ? ഞാൻ പറയാം. 2010-ലാണ് ഞാൻ ഇന്ത്യൻ ആർമിയിൽ ചേർന്നത്. അന്ന് എനിക്കും ഒരു സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് യുവാക്കളുടെ സ്വപ്നം പോലെ ഒരിക്കൽ ഓളിവ് ഗ്രീൻ യൂണിഫോം ധരിക്കണം, എന്റെ രാജ്യത്തെ സേവിക്കണം. അങ്ങനെ 16 വർഷം ഉത്തരവാദിത്തത്തോടെയും അഭിമാനത്തോടെയും ഞാൻ എന്റെ രാജ്യത്തെ സേവിച്ചു. എന്റെ യൗവനത്തിന്റെ ഏറ്റവും വിലപ്പെട്ട വർഷങ്ങൾ ഞാൻ എന്റെ രാജ്യത്തിനായി സമർപ്പിച്ചു. പക്ഷേ 16 വർഷം മുമ്പ് തന്നെ ഞാനൊരു തീരുമാനമെടുത്തിരുന്നു. എന്റെ ഫസ്റ്റ് ടേംസ് ഓഫ് എൻഗേജ്മെന്റ് പൂർത്തിയാക്കിയ ശേഷം റിട്ടയർ ചെയ്യണം എന്ന്. കാരണം എനിക്ക് പ്രൊഫഷണലി മാത്രമല്ല പേഴ്സണലി വളരണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. ജീവിതം ഒന്നു മാത്രമാണ്. ഡ്യൂട്ടിയും ജോലിയും മാത്രമല്ല ജീവിതം. നമ്മുടെ ഡ്രീംസ് എപ്പോഴും മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ദിവസം റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. കാരണം ആർമി എന്നെ ഏറ്റവും നന്നായി പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്: സമയം ഒരിക്കലും തിരികെ വരില്ല. ചിലപ്പോൾ നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ അത്രയും കംഫർട്ടബിളായി ജീവിക്കാൻ തുടങ്ങും, വളരാൻ തന്നെ മറന്നുപോകും. കാരണം യഥാർത്ഥ ഡെവലപ്മെന്റും ഗ്രോത്തും കംഫോർട്ട് സോണിന് പുറത്താണ്. ശമ്പളം കൃത്യമായി കിട്ടുന്നു, ലീവ് കിട്ടുന്നു, പ്രമോഷൻ കിട്ടുന്നു, താമസിക്കാൻ ക്വാർട്ടർ കിട്ടുന്നു. ഇതെല്ലാം ഒരു കംഫോർട്ട് സോണാണ്. ആ കംഫോർട്ട് സോൺ വിട്ട് സ്വമേധയാ പുറത്തേക്ക് വരാൻ മിക്ക ആളുകളും ഭയപ്പെടും. പക്ഷേ എനിക്ക് ആ ഭയമുണ്ടായിരുന്നില്ല. എനിക്ക് ധൈര്യമുണ്ടായിരുന്നു. കറേജ് ഡസന്റ് മീൻ യു ഹാവ് നോ ഫിയർ. കറേജ് മീൻസ് യു മൂവ് ഫോർവേഡ് ഡിസ്പൈറ്റ് ഫിയർ. സിമ്പിളായി പറഞ്ഞാൽ ഇതായിരുന്നു എൻ്റെ റിട്ടയർമെന്റിന്റെ കാരണം. ഒരു പുതിയ യാത്ര തുടങ്ങാൻ ഞാനെടുത്ത ഒരു ബോധപൂർവമായ തീരുമാനം.